ഞാൻ എന്റെ ലൈഫിൽ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മളെ ബാക്കിൽ നിന്നിങ്ങനെ ഹോൾഡ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്, അതൊരു ഭാഗ്യമാണ് എന്നുള്ളത്. ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു ന്യൂസ് വായിച്ചിരുന്നു. അതിൽ 2 പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോയി. ഇവർ വീട് വിട്ടിറങ്ങിപ്പോയി, അതൊരു കേസായി, ന്യൂസായി. ലാസ്റ്റ് അവരെ കണ്ടെത്തി. ഇവരെ കണ്ടെത്തിയതിനു ശേഷം ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വീട് വിട്ടിറങ്ങിപ്പോയത്, അതിനുള്ള ഒരു റീസൺ ചോദിക്കുന്നുണ്ട്. ഇവർ റീസൺ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വാപ്പ ജീൻസ് പാന്റ് ധരിക്കാൻ സമ്മതിക്കൂല, ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കൂല. ഈ ഒരു റീസൺ കേട്ട സമയത്ത് ഫസ്റ്റ് എന്റെ മൈൻഡിൽ വന്നത്, ഇതിനൊക്കെ ഇരുന്നെങ്കിൽ ഞാൻ എന്നോ ഇറങ്ങി പോവേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്തയാണ് എനിക്ക് ആദ്യം വന്നത്. ബിക്കോസ് എന്റെ ലൈഫിലും എന്റെ വാപ്പയും എന്നെ ഇതേ ഒരു രീതിയിലൊക്കെ തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് ധരിക്കാൻ സമ്മതിക്കൂലായിരുന്നു, മുടി കാണിച്ച് നടക്കാൻ സമ്മതിക്കൂലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ധരിക്കുന്ന വസ്ത്രം അബായയാണ്, ലൂസ് ഫിറ്റ് ഡ്രസ്സുകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നത് ഹിജാബിലാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ ഈ ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്റെ വാപ്പയാണ്. കാരണം പണ്ട് മുതലേ ഈ ഒരു ടൈറ്റ് ഫിറ്റ് ഡ്രസ്സിനോടുള്ള ഒരു അപകർഷതാബോധം എന്നിൽ ആ മനുഷ്യൻ വളർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും എനിക്ക് നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ചിട്ടില്ല. ഞാൻ അതിന് ആ മനുഷ്യനോട് ഒരുപാട് നന്ദിയുള്ളവളാണ്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളോടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ ഒരു ഫ്രീഡം ഇല്ലായ്മ, ഒരു സ്ട്രിക്റ്റ് ലൈഫ്, ഇതൊക്കെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കും. അവരായിരുന്നു ശരി, അവര് പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നമ്മളെ ബാക്കിൽ നിന്നിങ്ങനെ പിടിച്ചു വെക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതും കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളതും അതൊരു ഭാഗ്യമാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ വേറൊരു കാര്യം, അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നോണ്ട് നമുക്കൊന്നും നെഗറ്റീവായിട്ട് വരൂല. നമ്മൾ അവരുടെ സന്തോഷം കുറച്ചൊക്കെ നോക്കണ്ടേ. അവരെ നമുക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങളാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കിൽ നിന്നൊരു ആൾ പിടിക്കാനുണ്ടാവുക, ഒരു കൺട്രോൾ ചെയ്യാനുണ്ടാവുക, അതൊരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു പിടിങ്ങളായിട്ട് മുറിക്കാതിരിക്കുക.